ഈ ഓവർ കൈൻഡ്നെസ് കാണിച്ചിട്ട് ലൈഫിൽ പല സിറ്റുവേഷൻസിലും പണി കിട്ടിയ ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഉണ്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ അത് ഓവർ കൈൻഡ്നെസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ, ഈ ഓവർ കൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ മെയിനായിട്ട് സീക്ക് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അവരോട് ചില സിറ്റുവേഷൻസിൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, എന്നെക്കുറിച്ച് മോശമായിട്ടല്ലേ വിചാരിക്കുക എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിന്തകളുകൊണ്ടായിരിക്കും ഇവർ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് സീക്ക് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവർ ഇപ്പോഴും ഇവരെ നല്ലത് പറയണം എന്നുള്ള ചിന്തയായിരിക്കും ഇങ്ങനത്തെ ആൾക്കാർക്ക്. ബട്ട് ഈ ഓവർ കൈൻഡ്നെസ് കൊണ്ട് നമുക്ക് മാത്രമല്ല പ്രശ്നം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും പ്രശ്നമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നന്നാവാനുള്ള സാഹചര്യം കൂടി നമ്മൾ ഇല്ലാണ്ടാക്കി കൊടുക്കാം. കാരണം അയാൾ നമ്മളെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് തന്നെ തോന്നാണ് അയാൾ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. പിന്നെ എങ്ങനെ അയാളെ തിരുത്താൻ നോക്കും? അയാൾ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കും, അയാൾ വേറൊരു സാഹചര്യത്തിൽ സെയിം സംഭവം അപ്ലൈ ചെയ്യും. അപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി അതേപോലെ തന്നെ ആക്കിക്കൊണ്ടിരിക്കുക. അയാൾക്കൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് പറ്റില്ല. ലൈഫിൽ അങ്ങനെ എല്ലാവരോടും എല്ലായ്പ്പോഴും പ്ലീസ് ചെയ്ത് സംസാരിക്കണം എന്നൊന്നും നിർബന്ധമുള്ള കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് ആ ഒരു ടോണിൽ ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്തിനും അവർക്കും നല്ലത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാക്ട് ചെയ്യേണ്ടോടത്ത് റിയാക്ട് ചെയ്യണം, നോ പറയേണ്ടോടത്ത് നോ പറയണം. മറ്റുള്ളവരതിനെ തൻ്റെടിന്നോ അഹങ്കാരിന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ. പക്ഷേ ഇതൊന്നും പറയാതെ നമ്മൾ ഗുഡ് സർട്ടിഫിക്കറ്റും സീക്ക് ചെയ്തിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും.